Welcome, my dear friends. How are you? In today's class, we are going to shift focus from conjunctions to a new exciting topic, that is interjections. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺജങ്ഷനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ഇന്റർജെക്ഷനെ കുറിച്ച് പഠിക്കാം. Interjections are words or phrases that express strong emotions or sudden feelings. They are usually followed by an exclamation mark and are used to convey reactions like surprise, happiness, anger or excitement. പെട്ടെന്നുണ്ടാകുന്ന നമ്മുടെ ഫീലിംഗ്സ് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ പ്രകടിപ്പിക്കാനാണ് നാം ഇന്റർജെക്ഷൻ ഉപയോഗിക്കുന്നത്. അതിശയം, സന്തോഷം, വിഷമം മുതലായ ഫീലിംഗ്സ് സൂചിപ്പിക്കാനാണ് നമ്മൾ ഇന്റർജെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. The common interjections include wow, oh, ouch, rah, oops, alas, yay, etc. എഴുതുമ്പോൾ ഇന്റർജെക്ഷൻ ശേഷം നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്കാണ് ഉപയോഗിക്കുന്നത്. The interjection wow expresses amazement or admiration. അതിശയം കാണിക്കാനാണ് wow എന്ന ഇന്റർജെക്ഷൻ യൂസ് ചെയ്യുന്നത്. The interjection O shows surprise or realization. അത്ഭുതം അല്ലെങ്കിൽ തിരിച്ചറിവ് കാണിക്കാൻ നമുക്ക് O എന്ന ഇന്റർജെക്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. Ouch indicates pain or discomfort. വേദന കാണിക്കാനോ അല്ലെങ്കിൽ അസുഖകരമായ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനൊക്കെ നമുക്ക് ouch എന്ന ഇന്റർജെക്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. മലയാളത്തിൽ അയ്യോ എന്ന അർത്ഥത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. The interjection hurrah is used to express joy or triumph. വിജയത്തിന്റെ ആഹ്ലാദം പ്രകടിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഇന്റർജെക്ഷനാണ് hurrah എന്നത്. ഇത് hurray എന്നും യൂസ് ചെയ്യാറുണ്ട്. The interjection oops is used when making a mistake. എന്തെങ്കിലും തെറ്റു പറ്റുമ്പോഴൊക്കെ നമ്മൾ oops എന്ന ഇന്റർജെക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. The interjection alas is used to express sorrow, regret or danger. വിഷമം, പശ്ചാത്താപം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അലാസ് എന്ന ഇന്റർജെക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അയ്യോ, കഷ്ടം എന്നിങ്ങനെയുള്ള അർത്ഥത്തിലാണ് അലാസ് എന്ന ഇന്റർജെക്ഷൻ യൂസ് ചെയ്യുന്നത്. The interjection yay expresses happiness and excitement. സന്തോഷത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു ഇന്റർജെക്ഷൻ ആണ് yay എന്നത്. Let's dive into how we use them and explore their role in speaking and written languages. ഓരോ സന്ദർഭത്തിന് യോജിച്ച രീതിയിൽ ഇന്റർജെക്ഷൻസ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Now let's see some sentences using these interjections. അതിശയകരമായിരിക്കുന്നു, അത് മനോഹരമായ ഒരു ചിത്രമാണ്. ഇന്റർജെക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെന്റൻസ് പറയാം. Wow, that's a beautiful painting. അയ്യോ, ഞാൻ എന്റെ പുസ്തകം കൊണ്ടുവരാൻ മറന്നു. ഇതെങ്ങനെ നമുക്ക് ഇന്റർജെക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സെന്റൻസിൽ പറയാം? Oh, I forgot to bring my book. അയ്യോ, ഞാൻ അറിയാതെ എന്റെ തല വാതിലിൽ ഇടിച്ചു. ഇത് നമുക്ക് ouch എന്ന ഇന്റർജെക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സെന്റൻസിൽ പറയാം. Ouch, I accidentally hit my head on the door. ഞങ്ങൾ കളിയിൽ ജയിച്ചു. ഈ സന്തോഷം പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്ക് എങ്ങനെ ഇന്റർജെക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സെന്റൻസ് പറയാം? Hurrah, we won the game. ഇത് hurray എന്നും പറയാറുണ്ട്. അയ്യോ, ഞാൻ വെള്ളം തെറിപ്പിച്ചു. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഇന്റർജെക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സെന്റൻസ് പറയാം? Oops, I spilled the water. അയ്യോ, അവൾ ഇനിയില്ല. ഇത്തരത്തിലുള്ള വിഷമകരമായ സന്ദർഭങ്ങളിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഇന്റർജെക്ഷൻ ആണ് യൂസ് ചെയ്യുക? Alas, she is no more. നാളെ അവധിയാണ്. അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ നമുക്ക് ഇന്റർജെക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സെന്റൻസ് പറയാം? Yay, it's a holiday tomorrow. My dear friends, that's all for today's class. What did you understand from today's class? Interjections are used to express sudden emotions or reactions. പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളെ പ്രകടിപ്പിക്കാനാണ് ഇന്റർജെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. They add emphasis and convey the speaker's feelings quickly. സംസാരിക്കുന്ന ആളുടെ
ഫീലിങ്സ് കൃത്യമായി മനസ്സിലാക്കാൻ ഇന്റർജെക്ഷനിലൂടെ സാധിക്കുന്നു. Whether it is a joyful wow, a surprised oh, or a painful ouch, interjections bring life to our conversations. By understanding and using interjections, you can make your spoken and written English more expressive. I hope you enjoyed today's class and learned something new. If you like my class, please don't forget to like, share and subscribe for more lessons. And also make sure to hit the notification bell so you don't miss any future classes. Thank you so much and have a great day.